എല്ലാവർക്കും ഈസി സോഷ്യോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ യൂണിറ്റ് 2 SC ഡ്യൂബയെ കുറിച്ചുള്ള ബിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പാർട്ട് 2 ആണ് നമ്മൾ ഈ ഒരു യൂട്യൂബിൽ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി. അപ്പോൾ SC ഡ്യൂബയുടെ മോഡേണൈസേഷൻ കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹം ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പരമ്പരാഗത ഒരുപാട് മതങ്ങളും ജാതികളൊക്കെ ഉള്ള ഒരു സമൂഹമാണ്. ഇവിടെ നടക്കുന്ന പുതിയ മോഡേണൈസേഷൻ, ആധുനികീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം സമഗ്രമായി പഠിച്ചിട്ടുണ്ട്. ഇവിടെ സോഷ്യൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള ആചാരങ്ങൾ വരുന്ന മാറ്റങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുന്ന മാറ്റങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹം കണ്ടംപററി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് മോഡേണൈസേഷൻ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് 1974. അത് ഒരുപാട് എസ്സേകൾ, ഒരുപാട് പ്രബന്ധങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. അത് ഇന്ത്യയുടെ മോഡേണൈസേഷനെ കുറിച്ച് ഒരു ആധികാരികമായിട്ട് വിവരം തരുന്ന ഒരു ഗ്രന്ഥമാണ്. ഡ്യൂബയുടെ ഗ്രന്ഥങ്ങൾ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുള്ള വികസ്വര രാജ്യം. അപ്പോൾ വികസ്വര രാജ്യത്തുണ്ട് ആധുനിക മോഡേണൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്, പക്ഷെ ഒരുപാട് ചാലഞ്ചുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ, അതിൻ്റെ കോംപ്ലക്സ് നേച്ചർ, അതിൻ്റെ നിഗൂഢ നേച്ചറിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് നല്ല ഒരു കാഴ്ചപ്പാട് തരുന്ന ഗ്രന്ഥങ്ങളാണ്, ചിന്തകളാണ് SC ഡ്യൂബയുടേത്. SC Dube refers to the process of social change whereby traditional societies are transformed into modern ones, typically characterized by industrialization, urbanization, secularization, spread of democratic values and institutions. ഇദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ആധുനികവൽക്കരണം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം സംഭവിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അർബനൈസേഷൻ, നഗരവൽക്കരണം, നഗരങ്ങൾ, സിറ്റികൾ ഇങ്ങനെ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. സെക്കുലറൈസേഷൻ, മതേതരവൽക്കരണം. മതേതരവൽക്കരണം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെയും ജാതിയുടെ ഒക്കെ സ്വാധീനം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഇത് സെക്കുലറൈസേഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ സ്പ്രെഡ് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യ മൂല്യങ്ങളുടെ വ്യാപനം. ജനാധിപത്യ മൂല്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജാതി സമൂഹത്തിലൊക്കെ പലപ്പോഴും താഴ്ന്ന ജാതിക്കാർക്ക്, താഴ്ന്ന വർഗം, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവരുടെ ഒന്നും അവകാശത്തിന് കൂടുതൽ മൂല്യം കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് കൂടുതൽ ഡെമോക്രാറ്റൈസർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ജനാധിപത്യവൽകൃതമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ എന്നാണ് ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്. SC ഡ്യൂബ് പറയുന്നത് ഇന്ത്യയിലെ മോഡേണൈസേഷൻ എന്നുള്ളത് വെറും ഒരു ട്രഡീഷണൽ സ്ട്രക്ചറിൻ്റെ മോഡേണൈസേഷൻ, അതിനെ മാറ്റി നിർത്തുക മാത്രമല്ല, നേരെ മറിച്ച് ട്രഡീഷൻ ആധുനികതയുമായിട്ടൊരു ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഇങ്ങനെ നിരന്തരം സമരസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില മോഡേണൈസേഷനെ ജനങ്ങൾ എതിർക്കും, ചിലപ്പോൾ പുതിയ ആധുനികവൽക്കരണത്തിനെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു തരം സമരസപ്പെടലാണ് എന്നാണ് ഇദ്ദേഹം. ചില സമയത്തൊക്കെ ഇത് കോൺഫ്ലിക്റ്റിൽ എത്താറുണ്ട്. മൊത്തം ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പുതിയ ചേഞ്ചുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ജനം അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സമരസപ്പെടലിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ട്രഡീഷണൽ വാല്യൂസ് മോഡേണൈസേഷനിലൂടെ പൂർണ്ണമായിട്ട് ഡിസപ്പിയർ ആവുന്നില്ല, നേരെ മറിച്ച് അതിനെ റീഇൻറ്റർപ്രിറ്റ് ചെയ്യാണ്, പുനരാഖ്യാനം ചെയ്യാണ്. എന്നിട്ട് പുതിയ മോഡേൺ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ട്രഡീഷണൽ വാല്യൂസിനെ നിലനിർത്തുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞ സെക്യുലറൈസേഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷേ മതം പൂർണ്ണമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ മതം പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നതാണ് SC ഡ്യൂബയുടെ നിരീക്ഷണം. ഡ്യൂബയെ സംബന്ധിച്ചിടത്തോളം ഈ മോഡേണൈസേഷൻ എക്കണോമിക് പ്ലാനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും സോഷ്യൽ റിഫോമിലൂടെയൊക്കെ സംഭവിക്കുമ്പോൾ അതിന് സ്റ്റേറ്റ് അതിൻ്റെ ഒരു പിന്നിലെ ഒരു ഫോഴ്സ് ആവുന്നുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും ഈ മോഡേണൈസേഷൻ്റെ ഫലങ്ങളൊക്കെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തുന്നുണ്ടോ എന്നത് ഒന്ന് പുനർവിചിന്തനം നടത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ മോഡേണൈസേഷൻ എന്നുള്ളത് നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അടിത്തട്ടിലെ ജനങ്ങളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.
Dubé noted that modernization brings about significant changes in cultural and social life, including changes in family structures, gender roles, and social. ഇദ്ദേഹം പറയുന്നത് മോഡേണൈസേഷനിലൂടെ നമ്മുടെ സാംസ്കാരികവും സാമൂഹികമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫാമിലി സ്ട്രക്ചർ, ജെൻഡർ റോൾസ്, സോഷ്യൽ നോംസ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഘടന. ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലിയൊക്കെ മാറി ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ജെൻഡർ റോൾസ് എന്ന് പറയുമ്പോൾ ലിംഗാധിഷ്ഠിത ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനം. സ്ത്രീകൾ ഇന്ന ജോലി ചെയ്യുക, വീട്ടിലെ ജോലി, അടുക്കള ജോലി ചെയ്യുക, ആണുങ്ങൾ പുറത്ത് ജോലി ചെയ്യുക. ഇതിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളും തൊഴിൽ ചെയ്യാൻ തുടങ്ങി, അവരും പബ്ലിക്കിൽ എൻഗേജ് ചെയ്യാൻ തുടങ്ങി, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി, സാംസ്കാരിക രംഗത്ത് അവരുടെ സാന്നിധ്യം അറിയിച്ചു. ഇതൊക്കെ ഈ ഒരു ജെൻഡർ റോളിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ നോംസ്, സമൂഹത്തിലെ സാംസ്കാരിക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ജാതിപരമായിട്ടൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ ഉയർന്ന ഒരേ കിണറിൽ നിന്ന് വെള്ളം കുളിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതൊക്കെ മാറി ഒരുപാട് മാറ്റം സംഭവിച്ചു എന്ന് ഇദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട് ഇൻക്രീസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. നമ്മൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിനും ഹെൽത്ത് കെയറിലൊക്കെ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പരമ്പരാഗതമായ സാമൂഹിക വ്യവസ്ഥയെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ, SEDUBയുടെ നിരീക്ഷണത്തിൽ, ഈ ട്രഡീഷണൽ ലൈഫ് ആളുകൾ വർജിക്കുന്നുണ്ട്. അതായത് പാരമ്പര്യ രീതിയൊക്കെ ആളുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് പുതിയ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ SEDUBയുടെ പഠനത്തിൽ എക്കണോമിക് മോഡേണൈസേഷൻ, റൂറൽ സൊസൈറ്റി, അതായത് സാമ്പത്തിക ആധുനികവൽക്കരണം, ഗ്ലോബലൈസേഷൻ നയങ്ങളെ, ലിബറലൈസേഷൻ, ആധുനികവൽക്കരണം, ഉദാരവൽക്കരണ നയങ്ങളൊക്കെ നമ്മളെ ഗ്രാമീണ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നമ്മളെ പരമ്പരാഗത സമൂഹം സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറാണ്, ഉപജീവനത്തിനാണ് അവർ പണ്ട് ഓരോരുത്തർ അവരവരുടെ വയലിൽ നെല്ല് കൃഷി ചെയ്യും, അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഓരോരോ വർഷത്തിന് അങ്ങനെ കഴിയും. അങ്ങനെ സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ നിന്ന് കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലേക്ക് മാറി ആ ഒരു മാറ്റത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ SEDUB പറയുന്നുണ്ട്. അങ്ങനെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, ട്രഡീഷണൽ ലൈവ്ലിഹുഡ്, പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന, അങ്ങനെ ഉപജീവനം നടത്തിയിരുന്ന ആളുകളിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഇദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ലാൻഡ് റിഫോംസിൻ്റെ റോളിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഭൂപരിഷ്കരണം, പണ്ട് ഒരു ജന്മി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂപ്രദേശം അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും, മറ്റുള്ളവർക്കൊന്നും ഭൂമി ഉണ്ടാവില്ല. അപ്പം മറ്റുള്ള കുടിയാന്മാരായ കർഷകർ അവർ വന്നിട്ട് ഇവരുടെ ഭൂമിയിൽ ജോലി ചെയ്ത് അവർക്ക് വേണ്ടി ജീവിക്കും. അപ്പം ഇതായിരുന്നല്ലോ ജന്മി കുടിയാൻ ബന്ധം. അത് മാറുകയും പകരം പുതിയ ടെക്നോളജി അഗ്രികൾച്ചറിൽ വന്നു. ഇപ്പോൾ ഒരുപാട് പാടത്ത് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടെക്നോളജി, സാങ്കേതിക വിദ്യ. അപ്പോൾ അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ജന്മി കുടിയാൻ ബന്ധത്തിലുണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ജന്മി കുടിയാൻ എന്നുള്ളൊരു ഇതൊന്നും നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് ടെക്നോളജിയിലൂടെയാണ് കാർഷിക രംഗത്ത് നടക്കുന്നത്. അപ്പോൾ അത് സമൂഹത്തിൻ്റെ ഈ ഒരു ബന്ധങ്ങളിലൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് SEDUബിൻ്റെ പഠനങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം ഈ അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സോഷ്യൽ ഓർഗനൈസേഷൻ വന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു മോഡേണൈസേഷൻ കൺസെപ്റ്റിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ അർബൻ ഏരിയയിലെ കുടിയേറ്റം നടക്കുമ്പോൾ കൾച്ചറൽ ഡിസ്ലൊക്കേഷൻ നടക്കുന്നുണ്ട് ആൻഡ് ക്രിയേഷൻ ഓഫ് ഇൻഫോർമൽ സെറ്റിൽമെൻറ്റ്സ്. പലപ്പോഴും നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചേരി പ്രദേശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. നമ്മളെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ സിറ്റികളിലേക്കും പട്ടണങ്ങളിലേക്കും പോകുമ്പോൾ എല്ലാവരും മെച്ചപ്പെടുന്നില്ല സാമ്പത്തികപരം. പലരും ചേരി പ്രദേശങ്ങളിൽ അങ്ങനെ ചെറിയ ജോലിയുമായിട്ടൊക്കെ കഴിയാണ്. അപ്പം ഇങ്ങനെ ഒരു വൈരുദ്ധ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ എന്നുള്ളത് മോഡേണൈസേഷനിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം അത് സോഷ്യൽ മൊബിലിറ്റിക്ക്, തലമുറ മാറ്റത്തിന്. അതായത് ഒരു തലമുറയിലെ ഇപ്പോൾ ഫാദറിന് നല്ല ജോലി ഉണ്ടാവണമെന്നില്ല, കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നതായിരിക്കും. പക്ഷെ മക്കൾ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് നേടുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് സോഷ്യൽ മൊബിലിറ്റിക്ക് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് SEDUബെ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്
He pointed out that limitation of the education system in India, particularly in terms of access and quality, how these limitations could reinforce externally. ഇദ്ദേഹം പറഞ്ഞു എഡ്യൂക്കേഷൻ സോഷ്യൽ മൊബിലിറ്റിക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പുതിയ സോഷ്യൽ സ്റ്റാറ്റസ് നേടാൻ കഴിയുന്നുണ്ട്, തൊഴിലാണ്. പക്ഷേ ഈ അവസരം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ക്വാളിറ്റി എഡ്യൂക്കേഷൻ പലപ്പോഴും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്ക് അങ്ങനെയുള്ള അവസരം കിട്ടാത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് വർക്ക് ഹൈദരാബാദിലെ ഷാമിർപെറ്റ് എന്ന ഒരു വില്ലേജിലായിരുന്നു. ഹൈദരാബാദിലെ ഷാമിർപെറ്റ് എന്ന വില്ലേജിലാണ് ഇദ്ദേഹം ഫീൽഡ് വർക്ക് നടത്തി ഡാറ്റ കളക്ട് ചെയ്ത് അദ്ദേഹം പഠനം നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഡോക്യുമെൻസുകൾ, അവിടെ നിന്ന് കിട്ടിയ വിവരണങ്ങൾ വെച്ചിട്ടാണ് ഇദ്ദേഹം ആ ഇന്ത്യൻ ഗ്രാമീണ ജനത എങ്ങനെ മോഡേണൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞത്. അത് ഏതൊക്കെ തലങ്ങളിലാണ്, ഇപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ പല മേഖലകളിലും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു അളവുകോൽ വെച്ചിട്ടാണ് അദ്ദേഹം നോക്കി കണ്ടിട്ടുള്ളത്. അദ്ദേഹം പലപ്പോഴും വൺ സൈസ് ഫിറ്റ് ആൾ, അതായത് ഒരു കാര്യം ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും ഒരുപോലെയാണ് വികസനം നടക്കുന്നതിൽ മോഡേണൈസേഷൻ, അങ്ങനെ അദ്ദേഹം ആ ഒരു ചിന്ത അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ ചിലപ്പോൾ ഡെവലപ്മെൻറ്റ്, ചിലവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെയല്ല ഇതിൻ്റെ എഫക്റ്റുകൾ എത്തുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ റോളിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും ഭൂപരിഷ്കരണം നടത്തുമ്പോഴും ജലസേചന പദ്ധതികൾ, ഡാമുകൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ അദ്ദേഹം പറയുന്നത് അവിടെ അതിലൂടെയൊക്കെ ഒരുപാട് മോഡേണൈസേഷൻ സംഭവിക്കുന്നുണ്ട്, ആധുനികവൽക്കരണം സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിന് മോഡേണൈസേഷൻ കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞു. അതേസമയം അദ്ദേഹം സ്റ്റേറ്റിൻ്റെ ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ചിലപ്പോൾ ഡാമുകൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനത്തെ പുരോഗമന പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിലും ചിലപ്പോൾ ജനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാം. ചില ആളുകൾക്ക് കുടിലുകൾ നഷ്ടപ്പെടാം, കിടപ്പാടം നഷ്ടപ്പെടാം. അപ്പം അങ്ങനെയുള്ള ഗവൺമെൻറ് നേരെ ഒരു മോഡേണൈസേഷൻ എഫക്റ്റ് കൊണ്ടുവന്ന് അത് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനെ ഇദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഇതേപോലെ സ്റ്റേറ്റ് ഇടപെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബ്യൂറോക്രാസി, ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷെ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കണം എന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കാതെ ലോക്കൽ കമ്മ്യൂണിറ്റിൻ്റെ, പ്രാദേശിക ജനങ്ങളുടെ സ്പന്ദനം അറിയാതെ ബ്യൂറോക്രാറ്റിക് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഒരു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി നടത്തി അപ്പോൾ ജനങ്ങൾക്കത് പ്രതികൂലമായി ബാധിക്കുന്നതിനെയും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നിരീക്ഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ മോഡേണൈസേഷൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലും ഒക്കെ അദ്ദേഹം വിമർശിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എസ് സി ഡ്യൂബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമായിട്ട് അദ്ദേഹം സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച്, കാസ്റ്റ്, ഇവിടുത്തെ ജാതി, അതേപോലെ ഇത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മോഡേണൈസേഷൻ, ഇന്ത്യൻ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് മോഡേണൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മോഡേണൈസേഷൻ, സ്റ്റേറ്റ് മോഡേണൈസേഷൻ കൊണ്ടുവരുന്നുള്ള പ്രശ്നം, പിന്നെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിൽ ചില തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ചില രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.